ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോണത് ഈ കപ്പയും കൊപ്രയും പച്ചരിയും കൂടെ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കപ്പ ഇട്ട് കൊടുക്കണം മിക്സിയിൽ, കുറേശ്ശിട്ട് അരച്ചെടുക്കുക കേട്ടോ. കുറേശ്ശിട്ട് അരയ്ക്കാൻ പാടുള്ളൂ, കുറച്ചിട്ട് അരയ്ക്കാനേ പാടുള്ളൂ. കുറച്ച് ഒരുപാട് വെള്ളം അവർ നിറച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കുക. വെച്ചിരിക്കുന്ന പച്ചരി ഇടാം. പിന്നെ കൊപ്ര ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഒരുമിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും. ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. ദോശയാണ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. അരിമാവ് ദോശ പോലെ ഇരിക്കും, അടിപൊളി ടേസ്റ്റാണ്. ലേശം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ട് കൊടുത്തു, ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത് മറിച്ചിട്ട് കൊടുക്കണേ കേട്ടോ. ഇവിടെ കിഴങ്ങ് ദോശ എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കിഴങ്ങ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ അനുപാതത്തിൽ എടുക്കണം കേട്ടോ. എന്നാൽ കിഴങ്ങിൻ്റെ അളവ് തന്നെ പച്ചരിയുടെ അളവ് തന്നെ നാളികേരം കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഉപ്പ് പിന്നെ നമ്മുടെ പാകത്തിനിടാം. ലേശം വെളിച്ചെണ്ണ തടയി കൊടുക്കുക. പിന്നെ പാനിലാണ് ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.